പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2026 ജൂലൈ മാസം 7-ാം തീയതി ആമേൻ ചൊവ്വാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാൻ, സ്തുതിക്കുവാൻ സ്വർഗീയ പിതാവ് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ നമ്മുടെ കർത്താവ് നമ്മളെ കാത്തു പരിപാലിച്ചില്ലേ. കരങ്ങളെ ഒന്ന് ഉയർത്തി പിടിച്ചിട്ട് കർത്താവിന് ഒന്ന് സ്തോത്രം പറഞ്ഞ് സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ രാത്രികാലം നല്ല ഉറക്കം നമ്മളെ അനുഗ്രഹിച്ചില്ലേ. കർത്താവിന് സ്തോത്രം ചെയ്തേ. സ്തോത്രം 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 സ്തോത്രം. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ രാവിലെ നമ്മളെ ഉണർത്തിയതിനായിട്ട് സ്തോത്രം 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 സ്തോത്രം. ഈ പകൽക്കാലം ക്രിസ്തയേശുവിൽ നമ്മളെ ജയത്തോടെ നടത്തുന്ന നമ്മുടെ പിതാവിന് കരമുയർത്തി പിടിച്ചുകൊണ്ട് പറയാം, കർത്താവേ, ഈ പകൽക്കാലം അങ്ങ് ഞങ്ങളെ ജയോത്സവമായി നടത്തുന്നതിന് സ്തോത്രം. സ്വർഗീയ സംരക്ഷണത്തിനകത്ത് ഞങ്ങളെ സൂക്ഷിക്കുന്നതിനായി സ്തോത്രം. പക്ഷി ചുറ്റി പറന്ന് കാക്കുന്നത് പോലെ അങ്ങ് ഞങ്ങളെ കാത്തു പരിപാലിക്കുന്നതിനായിട്ട് സ്തോത്രം. ആമേൻ. ഒരനർത്ഥം ഞങ്ങൾക്ക് ഭവിക്കാതെ, ഒരു ബാധ ഞങ്ങളുടെ കൂടാരത്തിൽ കയറുവാൻ അനുവദിക്കാതെ, ഞങ്ങളുടെ സകല വഴികളിലും കാപ്പാൻ അങ്ങ് ദൂതന്മാരെ കൽപ്പിച്ചാക്കിയിരിക്കുന്നതിനായിട്ട് സ്തോത്രം 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 സ്തോത്രം. കർത്താവ് നല്ലവനാകുന്നു. കർത്താവിൻ്റെ ദയ ഇന്നും എന്നേക്കുമുള്ളതാണ്. കരങ്ങൾ ഉയർത്തി പറയാം, എൻ്റെ യേശു നല്ലവനാകുന്നു, എൻ്റെ യേശുവിൻ്റെ ദയ ഇന്നും എന്നേക്കുമുള്ളതാകും. നമുക്ക് ഒരുമിച്ച് കർത്താവിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം ചെയ്താട്ടെ, നന്ദിയോടെ സ്തോത്രം ചെയ്താട്ടെ. ആമേൻ. ഹല്ലേലൂയ. സങ്കീർത്തനക്കാരൻ ഇങ്ങനെ പറയുന്നു, 81-ാം സങ്കീർത്തനത്തിൽ, നമ്മുടെ ബലമായ ദൈവത്തിന് ഘോഷിപ്പീൻ, യാക്കോബിൻ്റെ ദൈവത്തിനെ ആർപ്പിടുവിൻ, തപ്പും ഇമ്പമായുള്ള കിന്നരവും വീണയും എടുത്ത് സംഗീതം തുടങ്ങുവിൻ. അമാവാസിയിലും നമ്മുടെ ഉത്സവ ദിവസമായ പൗർണമാസിയിലും കാഹളമൂതുവിൻ. ആമേൻ. ഇന്ന് പ്രഭാതത്തിൽ കർത്താവ് നമ്മളെ വീണ്ടും ഓർപ്പിക്കുന്നു, കർത്താവിനെ സ്തുതിക്കുന്നതിന് ഇന്ന ഒരു സമയമെന്നില്ല, ഇന്ന കാലമെന്നില്ല. എല്ലാ കാലത്തും, എല്ലാ നേരത്തും, എല്ലാ സമയത്തും കർത്താവ് സ്തുതികൾക്ക് യോഗ്യനാകും. അവൻ സർവശക്തനാകുന്നു. അവൻ സകലത്തിൻ്റെയും നാഥനും കർത്താവുമാണ്. അതുകൊണ്ട് എപ്പോഴും ആ കർത്താവിനെ എന്ത് ചെയ്യണം? സ്തോത്രം ചെയ്യണം. ഒരുമിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രഭാതത്തിനായിട്ട് സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ പ്രഭാതത്തിനായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു. അബ്ബാ, ഈ പ്രഭാതത്തിൽ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവർക്കുമായിട്ട് പ്രാർത്ഥിക്കും. ഓരോരുത്തരും വ്യക്തിപരമായി അനുഗ്രഹിക്കണം. അവരുടെ ആവശ്യങ്ങളിൽ കർത്താവിൻ്റെ കൃപയുണ്ടാകണം. രോഗികൾ ഇപ്പോൾ തന്നെ സൗഖ്യമാകട്ടെ. എല്ലാ തരത്തിലുള്ള രോഗശക്തികളും യേശുവിൻ നാമത്തിൽ തന്നെ കുഞ്ഞുങ്ങളെ വിട്ടുപോകാൻ കൽപ്പിക്കുക. ആമേൻ. യേശുവിൻ്റെ നാമത്തിൽ വിട്ടുപോകട്ടെ. രോഗത്തിൻ്റെ ബന്ധനങ്ങൾ അഴിയട്ടെ. പ്രത്യേകിച്ച് തൊണ്ടയ്ക്കുള്ള അസ്വസ്ഥതകളാൽ ആമേൻ ബുദ്ധിമുട്ടുന്നവർ, തൈറോയിഡ് മാതിരിയുള്ള ബുദ്ധിമുട്ടുകളാൽ ഭാരപ്പെടുന്നവർ, തൊണ്ടയ്ക്ക് മുഴ വന്ന് ശബ്ദം അടച്ചിരിക്കുന്നവർ, തൊണ്ടയ്ക്കത്തെ ബുദ്ധിമുട്ട് കാരണം ശാരീരികമായി പല ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർ, കർത്താവായ യേശുവിൻ നാമത്തിൽ സൗഖ്യത്തിൻ്റെ ശക്തി ആ ത്രോട്ടിനകത്തേക്ക് ഇറങ്ങട്ടെ. ആ ത്രോട്ടിനകത്തേക്ക് സൗഖ്യമാക്കുന്ന ദൈവശക്തി ഇറങ്ങി ഇപ്പോൾ അത്ഭുതകരമായ ഒരു സൗഖ്യത്തെ കർത്താവ് വായിച്ചിരിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. വിടുതൽ കൊടുത്തിരിക്കുന്നതിനായി സ്തോത്രം. അപ്പോൾ വീണ്ടും പ്രാർത്ഥിക്കുന്നു, പ്രോപ്പർട്ടി റിലേറ്റഡ് ആയിട്ടുള്ള വിഷയങ്ങളിൽ ഭാരപ്പെട്ടിരിക്കുന്നവർ, ആമേൻ, ഇപ്പോൾ തന്നെ ആമേൻ അതിനകത്തൊരു ദൈവിക വിടുതലിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രോപ്പർട്ടി റിലേറ്റഡ് ആയിട്ടുള്ള വിഷയങ്ങളിൽ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഒരു മിറക്കിൾ ഇപ്പോൾ സംഭവിക്കട്ടെ. ഒരു മിറക്കിൾ സംഭവിക്കട്ടെ. അത്ഭുതകരമായ ഒരു ദൈവിക പ്രവൃത്തി നടക്കാൻ ഞങ്ങൾ പ്രാർത്ഥിക്കും. കർത്താവെ, അങ്ങേക്കൊന്നും അസാധ്യമല്ല. കർത്താവെ, അങ്ങേക്കൊന്നും അസാധ്യമല്ല. കർത്താവെ, അങ്ങേക്കൊന്നും അസാധ്യമല്ല. കർത്താവെ, നാളുകളായുള്ള കേസുകൾ പിൻവലിക്കപ്പെടട്ടെ, തള്ളിപ്പോകട്ടെ. ആമേൻ. ആ വിഷയം പരിഹരിക്കപ്പെടട്ടെ. ആ ലാൻഡ് ആമേൻ റിലേറ്റഡ് വിഷയത്തിൽ യേശുവിൻ്റെ നാമത്തിൽ ഒരു മിറക്കിൾ സംഭവിക്കട്ടെ. ആമേൻ. അതിൻ്റെ മുകളിൽ കിടക്കുന്ന എല്ലാ നൂലാമാലകളും യേശുവിൻ നാമത്തിൽ പരിഹരിക്കപ്പെടട്ടെ. ദൈവിക അത്ഭുതം ആമേൻ പ്രോപ്പർട്ടി റിലേറ്റഡ് ആയിട്ടുള്ള വിഷയത്തിൽ, ലാൻഡ് റിലേറ്റഡ് ആയിട്ടുള്ള വിഷയത്തിൽ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇന്ന് സംഭവിക്കട്ടെ. ദൈവിക അത്ഭുതം നടന്നിരിക്കുന്നതിന് സ്തോത്രം ചെയ്യും. അതുപോലെ കർത്താവെ, ഞങ്ങൾ ഈ പ്രഭാതത്തിൽ ആമേൻ ലോകവ്യാപകമായി കർത്താവിൻ്റെ വേലയിലായിരിക്കുന്നവരെ ബ്ലെസ് ചെയ്യുന്നു. ശുശ്രൂഷകന്മാരെ അനുഗ്രഹിക്കുന്നു. ഒരു വലിയ ഉണർവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവ് പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം. സകല മഹത്വവും പുകഴ്ചയപ്പയ്ക്ക് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ ആമേൻ. കർത്താവ് നിങ്ങളെല്ലാവരും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ദൈവത്തിൻ്റെ കൃപയും സമാധാനവും നിങ്ങളുടെ കൂടെ ഇരിക്കട്ടെ. നമ്മുടെ അടുത്ത ഓൺലൈൻ മീറ്റിംഗ് കർത്താവ് അനുവദിച്ച നാളെ രാത്രിയിലാണ്, ഇന്ത്യൻ സമയം 9:30 പ്രാർത്ഥനയോടുകൂടെ പങ്കെടുക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ അത് അനുഗ്രഹമായി തീരും. ഇന്ന് നമുക്ക് കർത്താവ് തന്നിരിക്കുന്ന ധ്യാനം വിഷയം എബ്രായ ലേഖനം അതിൻ്റെ 3-ാം അധ്യായം 14-ാമത്തെ വാക്യമാണ്. ഹീബ്രൂസ് ചാപ്റ്റർ 3 വേഴ്സ് 14. ആദ്യ വിശ്വാസം അവസാനത്തോളം പിടിച്ചുകൊണ്ടാൽ നാം ക്രിസ്തുവിൽ പങ്കാളികളായി തീർന്നിരിക്കുന്നില്ല. ആദ്യത്തെ വിശ്വാസം അവസാനത്തോളം പിടിച്ചുകൊണ്ടാൽ
നമുക്ക് ക്രിസ്തുവിൽ എന്തായിത്തീരും? പങ്കാളികളായിത്തീരും. നമുക്കൊരുമിച്ച് ധ്യാനിക്കാം. ദൈവവചനത്തിനായിട്ടൊന്ന് സ്തോത്രം ചെയ്താട്ടെ. കർത്താവ് നമുക്ക് ഓരോ ദിവസവും അതാതിൻ്റെ ആവശ്യമായ ആഹാരം തന്ന് നമ്മളെ പോഷിപ്പിക്കുന്നത് ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യാം. വളരെ ശക്തമായ ഒരു വിഷയമാണ് എബ്രായ ലേഖനത്തിൻ്റെ 3-ാം അധ്യായം എന്ന് പറയുന്നത്. നന്നായി തുടങ്ങിയാൽ മാത്രം പോരാ, വിശ്വാസത്തിൽ അവസാനം വരെ നിലനിൽക്കണം എന്നതാണ് പ്രധാന സന്ദേശം. ഈ പല ആളുകളും വിശ്വാസത്തിലിറങ്ങും, യേശുവുമായിട്ടുള്ള ബന്ധത്തിലേക്ക് വരുമ്പോൾ ഭയങ്കര തീക്ഷ്ണമായ ഒരാഗ്രഹവും ഭയങ്കര പാഷനും ഒക്കെ ആയിട്ട് ഭയങ്കര സ്ട്രോങ് ഫെയ്ത്തിലാണ് തുടങ്ങുന്നത്. അവർ വളരെ ശക്തമായിട്ട് പ്രാർത്ഥിക്കും, വളരെ ദൈവിക വാഗ്ദത്തങ്ങളിൽ വളരെ ശക്തമായി വിശ്വസിക്കും, വളരെ വലിയ അത്ഭുതങ്ങൾ പ്രതീക്ഷിക്കും. പക്ഷേ മുൻപോട്ട് ചെല്ലുമ്പോൾ ജീവിതത്തിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത ചില സാഹചര്യങ്ങൾ വരുമ്പോൾ കാലതാമസങ്ങൾ, പല വിഷയങ്ങൾക്കും പ്രാർത്ഥനകൾക്കും മറുപടി വരുവാൻ കാലതാമസങ്ങൾ വരുമ്പോൾ, എന്തെങ്കിലുമൊക്കെ ചലഞ്ചസ് ജീവിതത്തിൽ വരുമ്പോൾ നിരാശപ്പെട്ടു പോവുക, ദൈവത്തിലുള്ള പ്രത്യാശ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യങ്ങളുണ്ട്. കർത്താവിൻ്റെ ആത്മാവ് ഈ 3-ാം അധ്യായത്തിൻ്റെ കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം. പഴയ നിയമവിശ്വാസികൾ ഈ മിസ്രൈമ്യരുടെ അടിമത്തത്തിൽ കിടക്കുന്ന കാലഘട്ടത്തിൽ അവരെ കർത്താവ് ചെങ്കടൽ തുറന്ന് പുറത്തു കൊണ്ടുവരും. ഭയങ്കര അസാധാരണമായ ഒരു അത്ഭുതത്തിലൂടെ അവർ പുറത്തു വരുന്നത്. അത് കഴിഞ്ഞിട്ട് ആകാശത്തു നിന്ന് അവർക്ക് മന്ന പൊഴിച്ചു കൊടുക്കുന്നു. പാറയ്ക്കകത്തുനിന്ന് വെള്ളം ദിവസവും കൊടുക്കുന്നു. പകൽ മേഘസ്തംഭവും രാത്രി അഗ്നിതൂണുമായി കർത്താവ് അവരെ സൂക്ഷിച്ചു. എന്നിട്ടും ഇത്രയും ശക്തമായി അവരിറങ്ങി വിശ്വാസത്തിൽ കുഞ്ഞാടിൻ്റെ ചോരത്തലെ മുഖാന്തരം വിശ്വാസത്താൽ അവർ പുറത്തു വന്നു. എന്നിട്ടും അവരിൽ പലരും എവിടെ എത്തിച്ചേർന്നില്ല? ദൈവം പറഞ്ഞ വാഗ്ദത്ത ദേശത്ത് എത്തിച്ചേർന്നില്ല. കാരണം ദൈവം പരാജയപ്പെട്ടതല്ല, കർത്താവ് വാക്കു മാറ്റിയതല്ല, മറിച്ച് ഈ യാത്രയുടെ മധ്യത്തിൽ പല സാഹചര്യങ്ങളിൽ ഇവരുടെ ഹൃദയത്തെ കഠിനമാക്കുകയും ഇവർ അവിശ്വാസികളാകുകയും തീരുകയും ചെയ്തു. അത് 3-ാം അധ്യായത്തിൻ്റെ 19-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്. കാരണം എന്താണ് അവിടെ പറയുന്നത്? ഇങ്ങനെ അവിശ്വാസം നിമിത്തം അവർക്ക് പ്രവേശിപ്പാൻ കഴിഞ്ഞില്ല. അവിശ്വാസം നിമിത്തം അവർക്ക് പ്രവേശിപ്പാൻ കഴിഞ്ഞില്ലെന്നാണ് പറഞ്ഞു. അപ്പം അവിശ്വാസമാണ് അവർ പ്രവേശിക്കാൻ പ്രയാസമായത്. അവർ തുടങ്ങിയത് വളരെ വിശ്വാസത്തിലായിരുന്നു, പക്ഷേ അവർ കണ്ടിന്യൂ ചെയ്തില്ല, തുടർന്നില്ല. നമ്മുടെയൊക്കെ പ്രശ്നം ഇതാ, നമ്മൾ ഭയങ്കര വിശ്വാസത്തിൽ ഇറങ്ങും, യേശുവിനെക്കുറിച്ച് അറിയുമ്പോൾ ഭയങ്കര സന്തോഷം നമ്മൾ സ്റ്റാർട്ട് ചെയ്യും, പക്ഷേ കണ്ടിന്യൂ ചെയ്യാൻ പ്രയാസം. അത് കഴിഞ്ഞിട്ട് ഇവർ ഈ പോകുന്ന വഴിയിൽ അവർക്കുണ്ടായ പ്രശ്നമില്ല. അവർ ദൈവത്തോട് ഇങ്ങനെ കംപ്ലൈൻറ്റ് പറഞ്ഞുകൊണ്ടിരുന്നു. അവർ പല കാര്യങ്ങളിലും ദൈവത്തിന് സ്തോത്രം പറയാതെ കംപ്ലൈൻറ്റ് ചെയ്തുകൊണ്ടിരുന്നു. എന്നിട്ട് ഭയം, വിശ്വാസത്തിൻ്റെ ഭാരം അവരുടെ ഉള്ളിൽ ഭയം കയറി. അങ്ങനെ അവരുടെ ഹൃദയം എന്ത് ചെയ്തു? കഠിനപ്പെട്ടു പോയി പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് അവർക്ക് എത്തിച്ചേരാൻ പറ്റാഞ്ഞത്. എന്നാൽ അതിന് പകരമായി വേറൊരാളെക്കുറിച്ച് പറയാം. പുതിയ നിയമത്തിൽ മർക്കോസിൻ്റെ സുവിശേഷത്തിനും ലൂക്കോസിൻ്റെ സുവിശേഷത്തിനും ഒക്കെ നമ്മൾ വായിക്കുന്ന രക്തസ്രവക്കാരിയായ സ്ത്രീ. ഈ സ്ത്രീ യേശുവിനെ കുറിച്ച് ഒരു വർത്തമാനം കേട്ടു. ആ സ്പോട്ടിൽ അന്നേരം തന്നെ അവിടെ ഉള്ളിൽ ഒരു വിശ്വാസം കയറി. അവൻ്റെ വസ്ത്രത്തുമ്പിലെങ്കിലും തൊട്ടാൽ ഞാൻ സൗഖ്യമാകും. അവൾ എന്ത് ചെയ്തു? അവൾ വിശ്വസിച്ചു. അവൾ വിശ്വസിച്ച് അവിടെ സാഹചര്യങ്ങളെ അവൾ വകവെക്കാതെ ആ ജനത്തിൻ്റെ നടുവിലൂടെ ഇവൾ യാത്ര ചെയ്യുക. ആരെ കാണാൻ? യേശുവിനെ കാണുവാൻ. ഈ പോകുന്ന വഴിയിൽ അവളൊരു കാര്യം പറഞ്ഞു, അവൻ്റെ വസ്ത്രത്തിന് തുമ്പിലെങ്ങാനും തൊട്ടാൽ ഞാൻ സൗഖ്യമാകും. അവൾ പകുതി വഴിക്ക് വെച്ച് യാത്ര നിർത്തിയില്ല. അവൾ പകുതി വഴിക്ക് വെച്ച് അവിടെ വിശ്വാസം നിർത്തിയില്ല. അവൾ യേശുവിൻ്റെ വസ്ത്രത്തുമ്പിൽ തൊടുകയും യേശു പറഞ്ഞു ശക്തി പുറപ്പെട്ടു. അവളിലേക്ക് ശക്തി സ്വീകരിക്കുകയും അവൾ സൗഖ്യമാകുകയും ചെയ്തു. അവൾ എപ്പോഴാണ് അവിടെ ഫെയ്ത്ത് അവൾ കണ്ടിന്യൂ ചെയ്തത് കൊണ്ട് അവൾക്ക് ദൈവിക അനുഗ്രഹത്തെ പ്രാപിക്കുവാൻ കഴിയും. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ എന്നാ വരുന്നത്? നമ്മൾ കേൾക്കും, വിശ്വസിക്കും, പക്ഷേ നമ്മൾ കണ്ടിന്യൂ ചെയ്യത്തില്ല, നമ്മുടെ ഫെയ്ത്ത് കണ്ടിന്യൂ ചെയ്യത്തില്ല. അതുകൊണ്ടാണ് പല കാര്യങ്ങളും നമുക്ക് ഫുൾഫിൽമെൻറ്റിലെത്തുവാൻ കഴിയാത്തത്. അതുകൊണ്ടാണ് നമുക്ക് കർത്താവ് ഒരുക്കിയിരിക്കുന്ന വാഗ്ദത്തങ്ങളിൽ പ്രവേശിക്കുവാൻ കഴിയാതെ പോകുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ രോഗസൗഖ്യം കിട്ടുമെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കും, പക്ഷേ 2-3 ദിവസം പ്രാർത്ഥിച്ചു, ഒരാഴ്ച പ്രാർത്ഥിച്ചു, സൗഖ്യം കിട്ടാതെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ വിശ്വാസം പോയി. നമ്മൾ പറയും ഇതൊന്നും നടക്കത്തില്ല. അല്ലെങ്കിൽ ഏതെങ്കിലും വിഷയമാണെങ്കിലും കർത്താവിൻ്റെ വാഗ്ദത്തം മാറിപ്പോകുന്നില്ല, കർത്താവ് മാറിപ്പോകുന്നില്ല. പക്ഷേ എന്താണ് സംഭവിക്കുന്നത്? നമ്മുടെ വിശ്വാസമാണ് വിഷയം. അതുകൊണ്ട് ഇന്ന് പ്രഭാതത്തിൽ ഈ സന്ദേശം കേൾക്കുമ്പോൾ സഹോദരി, മാതാവേ, പിതാവേ, നിൻ്റെ വാഗ്ദത്തത്തെ പ്രാപിക്കുന്നത് വരെ നിനക്ക് വിശ്വാസം വേണം.
നിൻ്റെ വാഗ്ദത്തത്തെ പ്രാപിക്കുന്നത് വരെ വിശ്വാസം ഉണ്ടായിരിക്കണം. അവൾ വസ്ത്രത്തുമ്പിൽ തൊട്ടു സൗഖ്യമായി. അവൻ കാലേബിനെയും ജോഷുവയെയും കുറിച്ച് പറയുന്നുണ്ട്. അവർ വാഗ്ദത്തത്തിൽ പ്രവേശിച്ചു. കാരണമില്ല, അവർ ദൈവത്തിൽ വിശ്വസിച്ചു. അതുകൊണ്ട് ഇന്ന് പ്രഭാതത്തിൽ ഈ സന്ദേശം കേൾക്കുമ്പോൾ ഓർത്തോണം, ആ വാഗ്ദത്തത്തിൽ പ്രവേശിക്കണമെങ്കിൽ, ദൈവം പറഞ്ഞ വാഗ്ദത്തം എന്ത് തന്നെയാണെങ്കിലും അതിൽ പ്രവേശിക്കണമെങ്കിൽ അവസാനത്തോളം പിടിച്ചു നിൽക്കണം. എത്രയൊക്കെ ചലഞ്ചസ് വന്നാലും, എത്രയൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്നതിന് വിപരീതമായ സാഹചര്യങ്ങളുണ്ടായാലും ദൈവം മാറിപ്പോകുന്നില്ല. അവൻ പറഞ്ഞത് അവൻ ചെയ്യും. അബ്രഹാമിനോട് വാഗ്ദത്തം ചെയ്തു, തലമുറയെ കൊടുക്കാം. അബ്രഹാമിന് പ്രായമായി, ശരീരം ക്ഷയിച്ചു പോയി, സാറയുടെ ശരീരം ക്ഷയിച്ചു പോയി. പക്ഷെ അബ്രഹാം എന്ത് ചെയ്തില്ല? വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല. അതുകൊണ്ട് വാഗ്ദത്തം പ്രാപിച്ചു. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിൽ യേശു പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് ഭവനം ഒരുക്കുവാൻ പോകുക. എന്നെ കേൾക്കുന്ന ഓരോ പ്രിയ ദൈവമക്കളും ഓർത്തോണം, യേശു പോയിരിക്കുന്ന ഭവനം ഒരുക്കുവാനും വിശ്വസിക്കണം. അവൻ മടങ്ങി വരും. പക്ഷേ പലരും എന്നാ ചെയ്യുന്നത്? വിശ്വാസത്തിൽ ഇറങ്ങും, യേശു മടങ്ങി വരുമെന്ന് വിശ്വസിക്കുകയോ അല്ലെങ്കിൽ എനിക്ക് വേണ്ടി സ്വർഗത്തിലൊരു ഭവനമുണ്ടെന്ന് വിശ്വസിക്കുകയോ ചെയ്യാതെ അവരുടേതായ രീതിയിൽ ജീവിതം നയിക്കുകയും എത്തിച്ചേരാൻ പ്രയാസപ്പെടുകയും ചെയ്യും. അതുകൊണ്ട് ഇന്ന് പ്രഭാതത്തിൽ നോഹ വാഗ്ദത്തം കേട്ടു. മഴ പെയ്യും, പക്ഷേ മഴ പെയ്തില്ല. മഴ പെയ്യാൻ സമയമെടുത്തു, പക്ഷേ പെട്ടകം പണിതു, മഴ പെയ്തു. ഇതുപോലെ യേശു മടങ്ങി വരും. നമ്മൾക്ക് തരാമെന്ന് പറഞ്ഞ വാഗ്ദത്ത ഭവനത്തിൽ നമ്മളെ എത്തിച്ചേർക്കും. അതുകൊണ്ട് വിശ്വാസത്തോടെ കാത്തിരിക്കണം. അവൻ പറഞ്ഞ അവൻ്റെ അടിപ്പെടനാൽ സൗഖ്യമുണ്ട്. വിശ്വാസത്തോടെ കാത്തിരിക്കണം. നിശ്ചയമായും ആ രോഗത്തിൽ നിങ്ങൾ പുറത്തു വരും, ആ പ്രശ്നത്തിൽ നിങ്ങൾ പുറത്തു വരും, ആ വേദനയിൽ നിങ്ങൾ പുറത്തു വരും, ആ പ്രതിസന്ധിക്കകത്ത് നിങ്ങൾ പുറത്തു വരും. എന്ത് ചെയ്യണം? വിശ്വാസത്തോടെ ദൈവസന്നിധി കാത്തിരിക്കണം. അങ്ങനെ കാത്തിരുന്നാൽ നിശ്ചയമായിട്ടും നിങ്ങൾ വാഗ്ദത്തം പ്രാപിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് ഇന്ന് പ്രഭാതത്തിൽ പ്രിയപ്പെട്ടവരെ, കൈവിടപ്പെട്ടു പോകാതിരിക്കണമെങ്കിൽ വിശ്വാസത്തിൽ നിലനിൽക്കണം. പകുതി വഴിയിൽ വെച്ച് വിശ്വാസം കളഞ്ഞ് മാറിപ്പോകരുത്. അതുകൊണ്ട് ഇന്ന് ഡിക്ലെയർ ചെയ്യുക, ഞാൻ ഒരിക്കലും എൻ്റെ പ്രത്യാശ നഷ്ടപ്പെടുത്തത്തില്ല, എൻ്റെ വിശ്വാസം നഷ്ടപ്പെടുത്തത്തില്ല. ഞാൻ എൻ്റെ വിശ്വാസം ഈ യാത്രയിൽ ഞാൻ വിശ്വാസത്തോടു കൂടെ തന്നെ യാത്ര ചെയ്യും. ആ പൊന്മുഖം ഞാൻ കാണും. ആ ദൈവം പറഞ്ഞ വാഗ്ദത്തങ്ങളെ ഞാൻ പ്രാപിക്കും. നിത്യഭവനത്തിൽ ഞാൻ എത്തിച്ചേരുക തന്നെ ചെയ്യും. കർത്താവ് നിങ്ങളെ ഈ വചനത്താൽ അനുഗ്രഹിക്കട്ടെ. ഏത് കാര്യമാണോ ഫെയ്ത്ത് ഉണ്ടോ നിങ്ങൾക്കത് പൂർത്തീകരിക്കാൻ പറ്റും കേട്ടോ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. വിശ്വസിക്കണം. പ്രതിസന്ധി വരും, ചലഞ്ചസ് വരും. പലരും വന്ന് പറയും നടക്കത്തില്ല, ഇത് ശരിയാകത്തില്ല. ചിലപ്പോൾ നമുക്ക് വിശ്വസിക്കാവുന്നവർ തന്നെ വന്ന് പറയും ഇത് നടക്കാൻ പോകുന്നില്ല. ഡോക്ടർമാർ തന്നെ വന്ന് പറഞ്ഞിരിക്കും ഇനി ഇത് സൗഖ്യമാകത്തില്ല. ബട്ട് നിങ്ങൾ ദൈവവചനത്തിൽ വിശ്വസിച്ചാൽ, അവസാനത്തോളം പിടിച്ചു നിന്നാൽ നിങ്ങൾക്ക് നിശ്ചയമായിട്ടും വാഗ്ദത്തത്തിൻ്റെ പൂർത്തീകരണം പ്രാപിക്കുവാൻ കഴിയും. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. കരങ്ങൾ ഉയർത്തിപ്പറ വിശ്വാസത്തോടെ ഡിക്ലെയർ ചെയ്യും. അവൻ എൻ്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യും. എൻ്റെ പാനപാത്രം നിറഞ്ഞു കവിയും. നന്മയും കാരണം എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും. ഞാൻ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും. നമ്മൾ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ, കടൽക്കരയിലെ മണൽത്തരി പോലെ അത്യന്തം വർദ്ധിച്ചേ പെരുകും. വി ആർ ബ്ലെസ്ഡ്. വി ആർ റിയലി ബ്ലെസ്ഡ്. വി ആർ പെർമനൻ്റ്ലി ബ്ലെസ്ഡ് ആൻഡ് ഹൈലി ഫേവർഡ്. ഗോഡ് ബ്ലെസ് യു. ഗോഡ് ബ്ലെസ് യു. ഗോഡ് ബ്ലെസ് യു.